ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജിക മണിയൻ്റെ മൃതദേഹം കേരളപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരിക്കുകയാണ്. സഹോദരൻ വിനോദ് മണിയൻ 24-നൊപ്പം ചേരുന്നു. ക്രൂരമായ പീഡനമാണ് വിഭജിക നേരിട്ടതെന്നാണ് വ്യക്തമായിരിക്കുന്നത്. എങ്ങനെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ അതിൻ്റെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തിൻ്റെ കാരണത്താൽ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി വന്നു കഴിഞ്ഞ് നമ്മൾ ക്രൈംബ്രാഞ്ചിനെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് എതിരായിട്ട് ഏത് ലെവലിൽ പോകാനും നമ്മൾ തയ്യാറാണ്. ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശക്തമായിട്ട് ഇതിന് നീതി ലഭിക്കണം. അതായത് ഇനി കേരളത്തിലെന്നല്ല, ഇതേ കണക്ക് ഒരു സഹോദരിക്ക് വരാൻ പാടില്ല. എൻ്റെ സഹോദരിക്ക് വന്ന പോലെ. നിയമ നടപടികൾ വിദേശത്ത്, അതായത് ഷാർജയിലും പുരോഗമിക്കുന്നുണ്ട്, നാട്ടിലും നടക്കുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് നിയമ നടപടികൾ കൂടുതലായി ശക്തമാക്കാൻ ഉള്ളൊരു നീക്കമാണ് കുടുംബം നടത്തുന്നത്. ഷാർജയിൽ ഇതിൻ്റെ നിയമവശമായിട്ട് ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നേ ഉള്ളൂ. നാട്ടിൽ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന് പറ്റുന്ന മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഏറ്റവും പ്രധാനം ഇതിനകത്ത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. അതായത് ഫേസ്ബുക്കിലൂടെ ടൈമർ സെറ്റ് ചെയ്തുൾപ്പെടെ ആത്മഹത്യാക്കുറിപ്പ് വിഭജിക ഇടുന്നു. ഒപ്പം തന്നെ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ കൃത്യമായി പീഡനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഡിജിറ്റൽ തെളിവുകൾ ഷാർജയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ക്രൈംബ്രാഞ്ച് പിന്നെ നമ്മൾ സൈബർ അവരെല്ലാം ഉൾപ്പെട്ടിട്ട് അത് ശക്തമായിട്ട് തന്നെ അത് സ്വീകരിച്ച് മുന്നോട്ട് നടപടിയെടുത്ത് പോകും. സംശയാസ്പദമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് കുറച്ച് നേരം മാത്രമേ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ ഡിലീറ്റായി പോയെന്ന് ആർക്കും അറിയില്ല. നമ്മൾ ഫേസ്ബുക്കിനെ കോൺടാക്റ്റ് ചെയ്യും, അതിൻ്റെ ബാക്കപ്പ് എടുക്കും. വിഭജിക നേരിട്ടിരുന്ന പീഡനങ്ങൾ സംബന്ധിച്ച് അത് സഹോദരൻ എന്ന നിലയിൽ വിനോദിനെ അറിയിച്ചിരുന്നു? ഇല്ല, എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയോടും കാര്യങ്ങൾ കുറച്ചൊക്കെ ഷെയർ ചെയ്യുമായിരുന്നുള്ളൂ.